കർണാടകയിലെ ബിഡദിയിൽ ഓഗസ്റ്റ് 8-ന് 2 പേരുടെ ജീവനെടുത്ത ബസ് അപകടം അട്ടിമറി എന്ന സംശയത്തിൽ KSRTC. പരിശോധനയിൽ ബസിന്റെ അടിഭാഗത്ത് മുട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. മുട്ടയേറിൽ കാഴ്ച ഡ്രൈവർക്ക് മറഞ്ഞതുകൊണ്ടാണ് അപകടമുണ്ടായതെന്നാണ് സംശയം. ഈ മാസം 12-ന് ഇതേ സ്ഥലത്ത് വെച്ച് വീണ്ടും KSRTC ബസ്സിന് നേരെ മുട്ടയേറ് ഉണ്ടായിരുന്നു. വൈപ്പർ ഉപയോഗിക്കാതെ വേഗത കുറച്ച് ബസ് ഒതുക്കിയതിനാൽ മാത്രമാണ് അന്ന് അപകടം ഒഴിവായത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSRTC കർണാടക സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. വ്യാജ അപകടങ്ങൾ ഉണ്ടാക്കിയും മുട്ടയെറിഞ്ഞും യാത്രക്കാരെ കൊള്ളയടിക്കുന്ന സംഘങ്ങളാണോ ഇത്തരം അപകടങ്ങൾക്ക് പിന്നിൽ? കാണാം RDX റാപ്പ്. മൈസൂരു ബംഗളൂരു ദേശീയപാതയിലെ ബിഡദിയിലുണ്ടായ KSRTC ബസ് അപകടത്തിന് പിന്നിലാണ് അട്ടിമറി സംശയം ഉയർന്നിരിക്കുന്നത്. ബസിന്റെ അടിഭാഗത്ത് നിന്നും മുട്ടത്തോടുകൾ കണ്ടെത്തിയതോടെയാണ് സംശയം ബലപ്പെട്ടത്. വഴിയോര കൊള്ളക്കാർ വാഹനത്തിന്റെ ചില്ലിൽ മുട്ടയെറിഞ്ഞ് കാഴ്ച മറച്ച കവർച്ച നടത്താൻ ശ്രമിച്ചെന്നാണ് സംശയം. ഓഗസ്റ്റ് 8-നാണ് കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ഡീലക്സ് ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി ഡ്രൈവറും കണ്ടക്ടറും മരിച്ചത്. ഓഗസ്റ്റ് 12-ന് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ മറ്റൊരു ബസ്സിനു നേരെയും മുട്ടയേറ് നടന്നിരുന്നു. സംഭവത്തിൽ സമഗ്രമായ ഫോറൻസിക് അന്വേഷണം ആവശ്യപ്പെട്ട മന്ത്രി CP ജോൺ കർണാടക സർക്കാരിന് കത്തു നൽകി. KSRTCയും കർണാടക പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വൈപ്പർ ഉപയോഗിച്ചാൽ മുട്ടയിലെ പ്രോട്ടീൻ ഗ്ലാസ്സിലാകെ പടർന്ന് കാഴ്ച പൂർണ്ണമായും മറയുന്ന തന്ത്രമാണ് കൊള്ളസംഘങ്ങൾ ഉപയോഗിക്കുന്നത്. ബംഗളൂരു മൈസൂരു പാതയിൽ വ്യാജ അപകടങ്ങൾ ഉണ്ടാക്കിയും മുട്ടയെറിഞ്ഞും കൊള്ളയടിക്കുന്ന സംഘങ്ങൾ സജീവമാണെന്ന് നേരത്തെ തന്നെ പരാതികളുണ്ടായിരുന്നു. അപകടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് മരിച്ച KSRTC ഡ്രൈവർ മിഥിലേഷിന്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. RDX റാപ്പ്, ന്യൂസ് മലയാളം. അപകടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് മരിച്ച ഡ്രൈവർ മിഥിലേഷിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. മിഥിലേഷ് ഉറങ്ങിപ്പോകില്ല എന്ന ഉറച്ച വിശ്വാസം തങ്ങൾക്കുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു. കുറേ വർഷങ്ങളായിട്ട് ഇതേ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്. എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാളല്ല. അപ്പോൾ എന്ത് സാഹചര്യം കൊണ്ടാണത് പറ്റിയതെന്ന് അറിയാൻ നമുക്ക് ഒരു വിഷമമുള്ള കാര്യം തന്നെയായിരുന്നു. എന്തായിരിക്കും എന്നുള്ളതിലൊരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പം കേരളത്തിൻ്റെ സൈഡിൽ നിന്ന് ഇവിടുത്തെ മിനിസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അതേപോലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എന്താണോ വേണ്ട നടപടി അല്ലെങ്കിൽ അതിൽ എന്ത് അസിസ്റ്റൻസ് ആണോ കൊടുക്കേണ്ടത് അവർ ചെയ്യട്ടെ, അവർ ചെയ്യുമെന്നാണ് നമ്മളുടെ വിശ്വാസം. ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. മുട്ടയേറിന്റെ ഞെട്ടലിലാണ് 2 ദിവസം മുമ്പ് മുട്ടയേറുണ്ടായ മറ്റൊരു KSRTC ബസ്സിലെ ജീവനക്കാരും. ഹൈവേയിലെ പിടിച്ചുപറി സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന് സംശയിക്കുന്നതായി ജീവനക്കാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അവിടുന്ന് ഒരു 3 ആൾ നിന്ന് റെഡിയായിട്ട് ക്ലാസ്സിലേക്ക് മുട്ടയെറിഞ്ഞു. 2 പേരുടെ ബൈക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഒന്നും മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്. പെട്ടെന്ന് ഞാൻ എന്താക്കിയാൽ ഇത് കുറേ അനുഭവമുള്ളതുകൊണ്ട് വൈപ്പറൊന്നും ഇടാണ്ട് വണ്ടി സ്ലോ ചെയ്തിട്ട് അവിടെ നിൽക്കുന്നത് സേഫല്ല എന്ന് തോന്നിയുകൊണ്ട് കുറേ മുമ്പോട്ട് പോയി വട്ടം വെളിച്ചമൊക്കെ ഇതിലെടുത്ത് പോയി ഞാനും കണ്ടക്ടറും കൂടെ വണ്ടിയുടെ ക്ലാസ്സൊക്കെ കഴുകിയിട്ട് റണ്ണിങ്ങിൽ ഞങ്ങൾ എല്ലാ സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തു. ഞങ്ങളെ മേലധികാരികളെയൊക്കെ വിവരം അറിയിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇത് ഗൗരവത്തോടുകൂടി കാണണമെന്ന് കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. കർണാടകയിലെ ബസ് അപകടം അട്ടിമറിയാണോ എന്ന സംശയം പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇന്ന് വ്യക്തമാക്കി. ഇപ്പോൾ KSRTC എന്ന കോർപ്പറേഷൻ ഔദ്യോഗികമായി പരാതി കൊടുത്തോടെ അതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിനി അതിൻ്റെ FIR-ലെടുത്ത് എൻക്വയറിയൊക്കെ പോലീസല്ലേ ചെയ്യും. അതെന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ. പരിശോധിച്ചിട്ട് ആവശ്യമെങ്കിൽ കർണാടക ഗവൺമെൻറ് സഹായം തേടും. കഴിഞ്ഞ മാസം 28-ന് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ലോറിക്ക് നേരെ മുട്ടയേറ് ഉണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ. ആശാൻ എന്താ സ്ഥിതി? ഓക്കെ അല്ലേ? പോയില്ലേ? കോയമ്പട്ടൂർ വേണ്ടി വന്നതാ. ഹൈവേ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ. ആശാൻ എന്താ സ്ഥിതി? ഓക്കെ അല്ലേ? പക്ഷേ ഇതാണ് നമ്മളിപ്പോൾ ആദ്യ വിഷയമായിട്ട് തന്നെ ഇതെടുക്കാൻ തീരുമാനിച്ച അത്രയ്ക്ക് ഗൗരവതരമായൊരു കാര്യമായതുകൊണ്ടാണ്. അതായത് ഇതിപ്പോൾ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കാര്യം കവർച്ച നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകൾ അതിനകത്തുള്ള വാഹനത്തിലെ ആളുകൾ മുഴുവൻ അപകടത്തിൽപ്പെട്ടാലും തിരക്കേടില്ല, കവർച്ച നടത്തണം എന്ന അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള ചില കവർച്ചാ സംഘങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ ഉണ്ട് എന്നല്ലേ നമ്മൾ കാണേണ്ടത്. ഇത് വളരെ ഗൗരവതരമായ കാര്യം തന്നെയാണ്. കാരണം പലതരത്തിലുള്ള ഹൈവേ റോബറി ഉണ്ടാവാറുണ്ട്.
ഇപ്പോൾ ആളുകളെ പിടിച്ചു പറിക്കാറുണ്ട്. വാഹനത്തിൽ ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ വാഹനത്തിൻ്റെ ഒരു സഞ്ചാരം വിലക്കിയിട്ട് അതിൽ നിന്ന് ആളുകളെ കൊള്ളയടിക്കുന്ന ഏർപ്പാടുണ്ട്. അതൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ്. പക്ഷേ ഇതൊരു കെട്ടുകഥ പോലെ കേട്ട് വന്ന ഒരു സംഗതിയാണ്. അതായത് മുട്ട എറിഞ്ഞിട്ട് വാഹനങ്ങളെ ഈ പറഞ്ഞ പോലെ അപകടത്തിൽപ്പെടുത്തുന്നു, അതിനുശേഷം കൊള്ളയടിക്കുന്നു എന്നൊക്കെയുള്ളത്. അത് ഞാൻ വിശദമായി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. പക്ഷേ ആളുകൾ ഇതിന് ശ്രമിക്കാറുണ്ട് നിരന്തരം. ഇത്തരത്തിലുള്ള കൊള്ളയടിക്ക് സാധ്യതയുണ്ടോ എന്നുള്ളത് ഇതൊരു കഥയായി ഇങ്ങനെ വ്യാപകമായി പ്രചരിച്ചത് കൊണ്ട് തന്നെ പല ആളുകളും ആ നിലയ്ക്കുള്ള ഒരു കൊള്ളയടിക്ക് ശ്രമിക്കാറുണ്ട്. ഒരുപക്ഷേ ഇതും ആ തരത്തിലുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായുണ്ടായ ദുരന്തം കൂടിയാണ് എന്ന് വേണം കരുതാനായിട്ട്. ഇതെന്താണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് പരിചയസമ്പന്നരായ ഡ്രൈവർമാർക്കെല്ലാം അറിയാം. മുട്ട എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വൈപ്പർ ഇടാതിരിക്കുക, ആ മുട്ടയും വെച്ചുകൊണ്ട് അങ്ങ് പൊക്കോളുക മുന്നോട്ട് എന്നുള്ളതാണ്. അത് പിന്നീട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിയതിന് ശേഷം മാത്രം പരിശോധിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാവുന്ന ഒരു കാര്യം. പെട്ടെന്ന് ചിലപ്പോൾ വൈപ്പർ ഇട്ടാലോ അല്ലെങ്കിൽ തന്നെയോ ചിലപ്പോൾ ഒരു ഡ്രൈവർക്ക് ചിലപ്പോൾ ഒരു നല്ല വേഗത്തിൽ വരുന്ന ഒരു ബസ്സിൻ്റെ വിൻഷീൽഡിലേക്ക് ഒരു മുട്ട വന്ന് മുട്ടയുടെ ഏറുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധ തെറ്റാം, അങ്ങനെയും അപകടം ഉണ്ടാവാം. കാഴ്ചയെ മറയ്ക്കുന്നത് എന്ന് പറയുന്നത് ശരിക്ക് ഇത്തരത്തിൽ ഒരു മുട്ടയ്ക്ക് മറയ്ക്കാവുന്നത്ര കാഴ്ച സ്വാഭാവികമായും മറയും, കുറച്ച് നേരത്തേക്ക് അത് മറയും. അതിനപ്പുറത്ത് മറയണമെങ്കിൽ വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അത് മറയുന്ന സ്ഥിതി ഉണ്ടാകും. കുറേ സമയത്തേക്ക് ആ സ്ഥിതി അങ്ങനെ തുടരും. സ്വാഭാവികമായി ഹൈവേയിൽ വളരെ വേഗത്തിലാണ് ഈ ബസ്സുകളെല്ലാം വരുന്നത്, എല്ലാ വാഹനങ്ങളും വരുന്നത് അങ്ങനെയാണ്. ലൈൻ മാറിപ്പോകാം, അപ്പോൾ സ്വാഭാവികമായിട്ട് ആക്സിഡൻ്റ് ഉണ്ടാകും. ഈ ആക്സിഡൻ്റ് ഉണ്ടാവുന്ന വാഹനങ്ങളിൽ നിന്ന് മോഷ്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതിയായി കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഇതുവരെ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക്, ബാംഗ്ലൂരിലേക്കൊക്കെ നിരന്തരം ധാരാളം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു, ധാരാളം ആളുകൾ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഇത് കേരളത്തിൽ നിന്ന് പോകുന്ന വാഹനങ്ങൾക്ക് മാത്രം സംഭവിക്കുന്നതാണോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിപ്പോൾ പരിശോധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം KSRTC ബസ്സുകൾക്ക് 2 ബസ്സുകൾക്ക് ഏറ് കിട്ടി, ഒരു ലോറിക്ക് ഏറ് കിട്ടി. വേറെയും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒത്തിരി സംഭവങ്ങൾ ചിലപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് അപകടം തന്നെയാണ്. വലിയ വാഹനങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് അപകടം തന്നെയാണ്. അങ്ങനെ അതിൽ നിന്ന് കൊള്ളയടിക്കാമെന്നുള്ള ഒരു ആലോചനയാണ് ഇവർ നടത്തുന്നത്. ആ കരുതലോടെ വേണം ഇനി മുമ്പോട്ട് പോകാൻ എന്നുള്ളതാണ്. കാരണം നേരത്തെ നമ്മൾ പറയും ഇത്തരം കാര്യങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിലെ ഒരു തെറ്റായ വാർത്തയായാണ് നമ്മൾ പലപ്പോഴും പരിഗണിച്ചു കൊണ്ടിരുന്നത്. അത് മാത്രമല്ല എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട്, വളരെ സ്വാഭാവികമായി ആ വഴിക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്. കാറിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അങ്ങനെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ അടുത്ത കാലത്ത് മുമ്പുണ്ടായിരുന്നു കേട്ടോ. പിടിച്ചു നിർത്തി കൊള്ളയടിക്കുന്ന സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊരു കെട്ടുകഥ പോലെ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ അതിൽ വാസ്തവമുണ്ട് എന്ന് ഏതായാലും എറിഞ്ഞു എന്നുള്ളത് ഉറപ്പാണല്ലോ, അതിന് തെളിവുണ്ട്. മുട്ടയെറിഞ്ഞ് ഇത്തരത്തിലൊരു അപകടം നടത്താൻ സാധ്യതയുണ്ടോ എന്ന്. അപ്പോൾ ഈ KSRTC ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും മരിക്കാൻ ഇടയായ അപകടത്തിൻ്റെ കാരണവും ഇത് തന്നെയാണോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതും അത്തരം ഒരു സാധ്യത ഇല്ലേ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ പരിശോധനയിലേക്ക് പോകുന്നത്. മറ്റൊരു KSRTC ബസ്സിന് കൂടി മുട്ടയേറ് കിട്ടിയത് കൊണ്ട്. അപ്പോൾ അത് ഗൗരവമുള്ള കാര്യമാണ്. വലിയ ബസ്സുകൾക്ക് ഏറ് കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഈ ധാരാളം അല്ലാത്ത ചെറിയ വാഹനങ്ങൾ വഴി യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ കരുതൽ ഉണ്ടാവുക എന്നുള്ളതിൽ തെറ്റു പറയേണ്ടതില്ല. ഇതൊരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയല്ല ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരു വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ നുണപ്രചാരണം എന്ന നിലയ്ക്കല്ല ഇപ്പോൾ ഇനി കാണേണ്ടത്. കാരണം കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് ഇത് വളർന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ ആ നിലയ്ക്കല്ല നമ്മളതിനെ കാണേണ്ടത്, കുറേ കൂടി ഗൗരവത്തോടെ കാണണം. അതായത് അതിൽ സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു അപകടം ഉണ്ടായി, അവിടെ 2 പേരും മരിച്ചു, ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. ആ ബസ്സിൻ്റെ ഗ്ലാസ്സിൽ പൊട്ടിയ മുട്ടയുടെ അംശങ്ങളുണ്ട്, താഴെ മുട്ട പൊട്ടിക്കിടക്കുന്നുമുണ്ട്. ഇത്രയും ദൃശ്യങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് വീട്ടുകാർ പറയുന്നത് ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ അവർ നേരത്തെ ഇത് അന്വേഷിക്കണം. അയാൾ ഉറങ്ങിപ്പോകുന്ന ആളല്ല ഈ ഡ്രൈവർ എന്ന് പറയേണ്ടത്. അതിൽ ആ ബന്ധു പറയുന്നത് ഈ നല്ല ശാരീരികക്ഷമതയുള്ള ആളാണ് ഈ ഡ്രൈവർ എന്ന് മാത്രം, നിരന്തരമായിട്ട് രാത്രി പോവുകയും വരികയൊക്കെ ചെയ്യുന്ന, അങ്ങനെ വാഹനങ്ങൾ നേരത്തെയും രാത്രിയിൽ ഓടിച്ചിട്ടുള്ള ആളാണ്. ഈ നമ്മുടെ ചൂരൽമല സംഭവത്തിലൊക്കെ വലിയ രക്ഷാപ്രവർത്തനത്തിലൊക്കെ പോയ ഒരാൾ ചെറുപ്പക്കാരൻ കൂടിയാണ് ഈ ഡ്രൈവർ. അതുകൊണ്ട് നല്ല ശാരീരികക്ഷമതയുള്ള, സ്വയം അങ്ങനെ കുറച്ച് ധൈര്യമൊക്കെയുള്ള, സ്ഥിരമായിട്ട് ആ ട്രാക്കിലൂടെ ആ റൂട്ടിലൂടെ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. അപ്പോൾ അങ്ങനെ വേഗത്തിൽ സംഭവിക്കാം, അപകടം എങ്ങനെ സംഭവിക്കാം. പക്ഷേ ഈ സംഭവങ്ങൾ ഉണ്ടായപ്പോഴാണ്, വാഹനത്തിനടിയിൽ ഈ മുട്ട പൊട്ടിയതും ഒക്കെ ഗ്ലാസ്സിലൊക്കെ അംശങ്ങൾ കണ്ടപ്പോഴാണ് അവർക്ക് ഈ ഒരു സംശയം ഒന്നുകൂടെ വന്നത്. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ രണ്ടാമത് കണ്ട ഈ KSRTC ഡ്രൈവർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെയും ചിത്രങ്ങൾ കണ്ടല്ലോ, അവിടെയും വന്ന് വീണ് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത്
ഇത് ആദ്യം ഉണ്ടാക്കുന്ന ഈ ആദ്യം കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ സംഭവത്തോടല്ല നേരത്തെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു വലിയ ആധി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടോ എന്നാണ്. അതായത് കവർച്ച നടത്താൻ വേണ്ടിയിട്ട് ഒരു ബസ്സിനകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നുകളയാനും മടിയില്ലാത്ത മനുഷ്യരുണ്ടല്ലോ എന്ന തോന്നലാണല്ലോ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് വരിക. ഒരു KSRTC ബസ് ബാംഗ്ലൂരിൽ നിന്ന് മറ്റോ ഇങ്ങോട്ട് വരുന്ന രാത്രികളിൽ ഈ പറയുന്ന ഹൈവേയിലേക്ക് യാത്ര ചെയ്യുന്ന ബസ്സുകളിൽ നിറയെ സീറ്റിന് ആളുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്തായാലും പകുതി ആളുകളൊന്നും ഇല്ലാതെ ആ വാഹനമൊന്നും അങ്ങോട്ട് കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ആ ആളുകൾ മുഴുവൻ കൊന്നുകളഞ്ഞാലും കുഴപ്പമില്ല, ആ അപകടം ഉണ്ടായിട്ട് വീണ് കിടക്കുന്ന അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ചോരയൊക്കെ ഒലിപ്പിച്ച് കിടക്കുന്ന മനുഷ്യരിൽ നിന്ന് ഈ സ്വത്തും പണവും മോഷ്ടിക്കാനും ആളുകളുണ്ട് എന്നതാണ് അതിലെ കാര്യം. പിന്നെ ഹർഷൻ രണ്ടാമത് പറഞ്ഞ പോലെ ഇത് KSRTCക്കെതിരെ മാത്രമാണോ? അതായത് ഇപ്പോൾ അവിടങ്ങളിൽ ഒരു പ്രത്യേക സ്ഥലത്തോ അല്ലെങ്കിൽ പ്രത്യേക ഭാഗങ്ങളിലോ ഹൈവേയിൽ നിരന്തരമായിട്ട് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വാഹനത്തിൻ്റെ ഗ്ലാസ്സുകളിലൊക്കെ ഈ പറയുന്ന മുട്ട വന്ന് വീണ് പൊട്ടിയതിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരത്തെ അപകടം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ആ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുമല്ലോ, അവിടുത്തെ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുമല്ലോ. അപ്പോൾ നിരന്തരമായിട്ട് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്റ്റേറ്റിൻ്റെ പോലീസിൻ്റെയും മറ്റ് സംവിധാനങ്ങളുടെയും ശ്രദ്ധ ഇവിടെ ഇങ്ങനൊരു കാര്യം നടക്കുന്നു എന്നതുണ്ടാകും. പക്ഷേ ആ നിലക്ക് ആ സംസ്ഥാനത്ത് ചർച്ചയാകുന്ന വിധത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നുകൂടെ നമ്മൾ കാണുകയാണ്. പക്ഷേ 2 KSRTC ബസ്സുകളുടെ വിവരം എന്തായാലും ഇപ്പോൾ നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ ഈ പുറത്തുനിന്ന് വരുന്ന ദീർഘദൂര ബസ്സുകൾക്കെതിരെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു എന്നാണോ നമ്മൾ അനുമാനിക്കേണ്ടത്? അതിനകത്ത് അതായത് അങ്ങനെ ആകുമ്പോഴത് വലിയ കേസും പുക്കാറിലേക്കൊന്നും പോകില്ല എന്നോ അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ അതിന് പിന്നാലെ പോകില്ല എന്ന് കരുതിയിട്ടാണോ? അതൊരു സ്ട്രാറ്റജി ആയിട്ട് ഇവർ വികസിപ്പിച്ചിട്ടുണ്ടോ ഈ ആളുകളിൽ നിന്ന്? പിന്നെ ഈ അപകടത്തിലൊക്കെ പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് സ്വത്തൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയോ എന്നൊക്കെ പിന്നീടൊക്കെയല്ലേ അറിയൂ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ പലതരത്തിൽ നോക്കിയാൽ ഇത് നിസ്സാരീകരിച്ച് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല എന്ന് എല്ലാവർക്കും തോന്നും. അതുകൊണ്ടാണ് KSRTCയുടെ ചുമതലയുള്ള മന്ത്രി CP ജോൺ തന്നെയും ഇക്കാര്യം അന്വേഷിക്കും. അവിടേക്ക് കർണാടകയിലെ പോലീസിന് തന്നെ അക്കാര്യത്തിലൊരു ഒരു അവർക്ക് പരാതിയും മറ്റും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നിലക്കൊരു കാര്യമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ എന്ന് വിചാരിക്കുക. ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് മുൻകാലങ്ങളിനേക്കാൾ കൂടുതൽ റോഡ് വഴിയുള്ള യാത്ര കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലും ഈ വീഡിയോ യൂട്യൂബൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ആളുകൾ രാത്രിയും പകലും എന്നില്ലാതെ ദീർഘദൂര യാത്ര വാഹനങ്ങളെടുത്ത് നടത്തുകയാണ്. പണ്ട് ട്രെയിനിലൊക്കെ ആളുകൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകുമായിരുന്നെങ്കിൽ ഇപ്പോൾ യാത്ര തന്നെയും ഒരു യാത്ര തന്നെയും അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ എല്ലായിടത്തും നല്ല ഹൈവേകളുണ്ട്. പിന്നെ നല്ല പരിചയമുള്ള ആളുകൾ രാത്രിയും ദീർഘമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. നല്ല പരിചയമുള്ള ആളുകൾ അല്ലാത്ത ആളുകൾ മാത്രമേ രാത്രി യാത്ര ഒഴിവാക്കിയിട്ട് എവിടെയെങ്കിലും തങ്ങി പിറ്റേന്ന് രാവിലെ യാത്ര പോവുക എന്നതൊക്കെ. അപ്പോൾ രാത്രി യാത്രയും ഈ KSRTC ബസ്സിൻ്റെ കാര്യമെല്ലാം പറയുന്നത് പ്രൈവറ്റ് വാഹനങ്ങളിൽ കാറുകൾക്കൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രാത്രി യാത്രയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, കൂട്ടായിട്ടും ഒറ്റയ്ക്കും യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. കുടുംബമായിട്ടിപ്പോൾ ടൂറിനും മറ്റും പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലേക്ക് ഇന്ത്യ മുഴുവൻ തന്നെയും യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് വാഹനങ്ങൾ എടുത്തിട്ട്. അപ്പോൾ ഏത് നിലക്കാണെങ്കിലും ഈ റോഡ് എന്നുള്ളത് കുറേ കൂടെ സുരക്ഷിതമായ ഒരു ഇടമാക്കുക എന്നത് എല്ലാ സർക്കാരുകളും ചെയ്യേണ്ടതാണ്. ഇത് അങ്ങനെയുള്ള ജാഗ്രതയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്ന ഒരു സംഭവമായിട്ട് ഇതിനെ കാണണം. ഇത് നമ്മൾ ആകപ്പാടെ ഭയപ്പെട്ട് എങ്ങനെ രാത്രി KSRTC ബസ്സിൽ കയറും, എങ്ങനെ രാത്രി യാത്ര ചെയ്യും എന്ന് പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ യാത്ര ചെയ്യുന്ന പല ആളുകളും ഈ പറയുന്ന വിജനമായ സ്ഥലങ്ങളിൽ, ഇപ്പോഴും അത്തരം സ്ഥലങ്ങൾ കുറവൊന്നുമല്ലല്ലോ ഹൈവേയിൽ, രാത്രിയാകുമ്പോൾ ആ നിലക്ക് ആൾ കുറഞ്ഞ സ്ഥലങ്ങളുണ്ടാവില്ല. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കാണാം. ചിലതൊക്കെ അതിശയോക്തി കലർന്നതല്ലേ എന്ന് നമുക്ക് തോന്നുമെങ്കിലും ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ എത്തിക്കാനുള്ള ഒരു ഇടപെടലായിട്ട് ഒരു ഇടപെടൽ ഇതിനുമേൽ നടക്കട്ടെ എന്ന് വിചാരിക്കാം. നമ്മുടെ സർക്കാരും വളരെ ഗൗരവത്തിലെടുത്തിട്ട് ആ കാര്യങ്ങളിലുള്ള ഇടപെടൽ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെടുക. അവിടുത്തെ സർക്കാരും അവിടുത്തെ പോലീസും കുറേ കൂടെ ശക്തമായിട്ടും സീരിയസ് ആയിട്ടും ഇതിനെ ഗൗരവത്തോടെയും എടുത്താൽ അതിൻ്റെ ഒരു ഗുണം ഈ പറയുന്നത് പോലെ നമുക്ക് അത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഘം, അതിക്രൂരരായിട്ടുള്ളൊരു സംഘം അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും സംഘം എന്ന് വെച്ചാൽ അത് ഒരുപാട് ആളുകളില്ലെങ്കിൽ തന്നെ അത് ഉറപ്പായിട്ടും നിയമത്തിൻ്റെ പിടിയിലാവുക എന്നത് ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന അപകടാവസ്ഥയിൽ തുടരും. എന്തായാലും ആ മരിച്ച ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും കുടുംബം വളരെ ഗൗരവത്തോടെ ഈ ആശങ്ക മുന്നോട്ട് വെക്കേണ്ടത് ആ നിലക്ക് തന്നെ പരിഗണിക്കപ്പെടട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കർണാടക ബിഡദിയിൽ KSRTC ബസ് അപകടത്തിൽപ്പെടുത്താൻ ആസൂത്രിത ശ്രമമുണ്ടായി എന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയങ്ങൾ. വൈപ്പർ ഉപയോഗിച്ചാൽ മുട്ട പൊട്ടി ഗ്ലാസ്സിൽ ആകെ പടർന്ന് കാഴ്ച പൂർണ്ണമായും മറയും എന്ന തന്ത്രമാണ് കൊള്ളസംഘങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന വ്യാജേന എളുപ്പത്തിൽ കൊള്ളയടിക്കാനും ഇവർക്ക് സാധിക്കുന്നു. മലയാളികളുടെയും ഇതര സംസ്ഥാനക്കാരുടെയും വാഹനങ്ങൾക്ക് നേരെ വ്യാജ അപകടങ്ങളുണ്ടാക്കി പണം തട്ടുന്ന രീതികളും വർദ്ധിച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ വെച്ചാണ് ആക്രമണം നടത്തുന്നത് എന്നതും അക്രമികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. മൈസൂരു ബംഗളൂരു ദേശീയപാതയിൽ നിർത്തുന്ന വാഹനങ്ങളിലെ യാത്രക്കാരെ കായികമായി ആക്രമിച്ച് പണം തട്ടുന്നു എന്ന വാർത്തകളും ഇതിനിടെ പുറത്തു വന്നത് ഓർക്കുന്നുണ്ടാകുമല്ലോ. ഇരുട്ടിൻ്റെ മറവിൽ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കർണാടക പോലീസ് ഊർജിതമായി തന്നെ രംഗത്തിറങ്ങേണ്ടതുണ്ട്. അക്കാര്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഈ മാസം 12-ന് മുട്ടയേർ ഉണ്ടായ ഉടൻ സംയോജിതമായി ഇടപെട്ടതുകൊണ്ടാണ് അപകടം വലിയ
അത് ഒഴിവായത് എന്ന് ആ ഡ്രൈവർ പറയുന്നുണ്ട്. ഒട്ടേറെ മലയാളികളും ഇതര സംസ്ഥാനക്കാരും യാത്ര ചെയ്യുന്ന മൈസൂരു ബംഗളൂരു ദേശീയപാതയിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കർണാടക സർക്കാർ ഇനിയും വൈകിക്കൂടാ.